നമസ്കാരം. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ വിരട്ടൽ ഏറ്റു. മാസങ്ങൾക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് ഇന്ദിരാഭവനിലെത്തി. KPCC ആസ്ഥാനത്ത് നടക്കുന്ന KPCC എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ KPCC ആസ്ഥാനത്തെത്തിയത്. 2 ദിവസം മുമ്പ് ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ AICC ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ ചുമതലയുള്ള വ്യക്തിയുമായ ദീപാദാസ് മുൻഷിയുടെ ഏറ്റവും വലിയ വിമർശനമായിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് കയറില്ല. പ്രധാനപ്പെട്ട പല കമ്മിറ്റികൾ വിളിച്ചാലും അവിടേക്ക് പ്രതിപക്ഷ നേതാവ് ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പങ്കെടുക്കില്ല. പ്രതിപക്ഷ നേതാവിന് KPCC ആസ്ഥാനത്തോട് പരമപുച്ഛം, KPCC ആസ്ഥാനത്തോട് വലിയ പഥ്യമില്ലാത്ത അവസ്ഥ. ഇതായിരുന്നു ദീപാദാസ് മുൻഷിയുടെ വിമർശനം. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് വന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം VD സതീശനാണ്. കൃത്യമായി കമ്മിറ്റികളിൽ പങ്കെടുക്കുക, കൃത്യമായി പാർട്ടിയുടെ നിർദ്ദേശം അനുസരിക്കുക. ഇതായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് രാഹുൽ ഗാന്ധിയുടെ കനത്ത ഭാഷയിലുള്ള ശാസന. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആ ശാസന കുറിക്കൊണ്ടു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. വളരെ നല്ല കുട്ടിയായി VD സതീശൻ KPCC ആസ്ഥാനത്തേക്ക് എത്തി. കേരളത്തിലെ KPCCയുടെ പുനഃസംഘടനയെ കുറിച്ച് വലിയ പരാതികൾ VD സതീശന് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പങ്കെടുത്ത, പ്രിയങ്ക ഗാന്ധി പങ്കെടുത്ത ആ യോഗത്തിൽ കൃത്യമായി തന്നെ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ VD സതീശന്റെ പരാതിക്ക് ചെവി കൊടുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. VD സതീശന്റെ പരാതി കയ്യിലിരിക്കട്ടെ. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഇതായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. കേരളത്തിലെ പാർട്ടിയെ 3 വർക്കിംഗ് പ്രസിഡന്റുമാർ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള പരാതി VD സതീശനുമുണ്ട്, സണ്ണി ജോസഫിനുമുണ്ട്. VD സതീശന് പാർട്ടിയിൽ യാതൊരു നിയന്ത്രണവും ഇല്ലായിരിക്കുന്നു. VD സതീശന് പാർട്ടിയിൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർട്ടി ഇപ്പോൾ നിയന്ത്രിക്കുന്നത് AP അനിൽകുമാറും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും അടങ്ങുന്ന 3 പേരാണ്. ഈ 3 പേരുടെ അതിരുകടന്ന കൈകടത്തൽ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ട് എന്നുള്ള വിമർശനം VD സതീശന് മാത്രമല്ല സണ്ണി ജോസഫിനുമുണ്ട്. പല കാര്യങ്ങളിലും VD സതീശനും സണ്ണി ജോസഫും 2 തട്ടിലാണെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ആക്ഷേപത്തിൽ ഇരുവരും ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനിർണായകമാണ്. അതേസമയം കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചാലും ഞങ്ങൾ ജയിക്കണ്ട എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ തീരുമാനം. കുതികാൽ വെട്ടും ഗ്രൂപ്പ് വഴക്കും തമ്മിലടിയും കൊണ്ട് ഈ പാർട്ടി അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന കാഴ്ച തന്നെ. എന്തായാലും നിർണായകമായ KPCC എക്സിക്യൂട്ടീവ് ചേരുകയാണ്. ആ KPCC എക്സിക്യൂട്ടീവിൽ VD സതീശൻ പങ്കെടുക്കുന്നു. VD സതീശന് കനത്ത ശാസന രാഹുൽ ഗാന്ധി നൽകി. അതിന് പിന്നാലെയാണ് ഈ എക്സിക്യൂട്ടീവിലുള്ള അദ്ദേഹത്തിന്റെ പങ്കാളിത്തം.